റേഷൻ കാർഡിൽ പേരുള്ള മുതിർന്ന പൗരന്മാർക്കും അല്ലാത്തവർക്കും ലഭിക്കുന്നതും അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും കോർപ്പറേഷനുകളിൽ നിന്നും APL BPL കാർഡുകൾക്ക് ലഭിക്കുന്ന 12 സഹായങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായും പഞ്ചായത്ത് വഴി 2 പദ്ധതികളിലേക്കായാണ് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 2 തരത്തിലുള്ള അപേക്ഷാ ഫോം നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. പ്രധാനമായും കാർഷിക ആനുകൂല്യത്തിനുള്ള അപേക്ഷാ ഫോമും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ് ലഭിക്കുന്നത്. രണ്ടിലേക്കും ഇത്തരത്തിൽ 12ഓളം വിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വാങ്ങുന്നതിനുള്ള അപേക്ഷ, വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം തുടങ്ങിയ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അതുപോലെ കോഴി വളർത്തലിനും ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഗൃഹനാഥൻ, സ്ത്രീകളായിട്ടുള്ളവർ, വിധവകൾ, തൊഴിൽ രഹിതർ, മുൻപ് ഈ ആനുകൂല്യങ്ങളിലേക്ക് അപേക്ഷിക്കാത്തവർ, ഭിന്നശേഷിക്കാർ എന്നിവർ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിൽ ലഭിക്കുന്ന പദ്ധതി, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഭവന പുനരുദ്ധാരണത്തിന് ധനസഹായം എന്നിവയും ലഭിക്കുന്നു. വരുമാന പരിധി 2 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. മാത്രമല്ല BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആയിരിക്കണം. കൂടാതെ വീടിൻ്റെ വിസ്തീർണം 100 ചതുരശ്ര മീറ്ററിൽ കൂടുവാൻ പാടില്ല. ഡിസേബിൾഡ് ആയവർക്ക് വീൽചെയർ നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട്. അതുപോലെ വ്യക്തിഗത കിണർ ശുചീകരണത്തിനും ധനസഹായം ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിണർ റീചാർജിങ് എന്നത്. അതായത് കിണർ റീചാർജിങ്ങിന് പണം നൽകുന്നു എന്നതാണ് ഈ പദ്ധതി. നമ്മുടെ കയ്യിൽ നിന്നും തുക ചിലവഴിച്ച് ആദ്യമേ പൂർത്തിയാക്കുകയും അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ സമർപ്പിച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറുന്നതുമാണ്. കേന്ദ്ര സർക്കാരാണ് ഈ ധനസഹായം നൽകുന്നത്. പരമാവധി 8000 രൂപയാണ് ലഭിക്കുക. വീട്ടുവളപ്പിലെ കുളത്തിലെ മത്സ്യകൃഷിക്കായും ധനസഹായം ലഭിക്കുന്നതാണ്. അതുപോലെ വീടുകളിൽ മാലിന്യം കൃത്യമായ രൂപത്തിൽ പ്രകൃതിക്ക് ദോഷമല്ലാത്ത നിലയിൽ സംസ്കരിക്കുവാനുള്ള സേഫ് പിറ്റുകൾ നിർമ്മിക്കുവാനും ധനസഹായം ലഭിക്കുന്നതാണ്. ഉപഭോക്താക്കൾക്ക് 8000 രൂപയാണ് APL BPL കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്നത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പദ്ധതിക്ക് തൊഴിലുറപ്പ് വർക്കർമാർക്ക് പ്രത്യേക പരിഗണനയുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. 8000 രൂപയോളമാണ് ലഭിക്കുക. അടുത്തത് കാർഷിക ആനുകൂല്യങ്ങളാണ്. നെൽകൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ്. മാത്രമല്ല കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനും ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതുപോലെ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് ധനസഹായം ലഭിക്കുന്നതാണ്. ഇടവിള കൃഷികൾക്ക് പ്രോത്സാഹനമായും ധനസഹായം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല വനിതകൾക്ക് ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്യുന്നുണ്ട്. ജൈവവളം, പുഷ്പകൃഷി, കുരുമുളക് വളർത്തൽ തുടങ്ങിയവയ്ക്കും ധനസഹായം ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, സ്ഥലത്തിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നികുതി ചീട്ട്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിച്ച ശേഷം ആനുകൂല്യങ്ങൾ ലഭിച്ചവരുടെ അന്തിമ ലിസ്റ്റ് പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതികളിൽ വ്യത്യസ്തതയുണ്ടാകും. നിങ്ങളുടെ പഞ്ചായത്തുമായോ വാർഡ് മെമ്പറുമായോ ബന്ധപ്പെടുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.